ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിൽ 3 സിസ്റ്റം ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിസ്റ്റം കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് കമ്മ്യൂണിസം ആണ്. ഓക്കെ, കമ്മ്യൂണിസം മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതും എന്താണ്, ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത ആയിട്ട് പറയുന്നത് അവിടെ റിച്ച്, പുവർ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. അതായത് നമ്മളുടെ എക്കണോമിയിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാ പേഴ്സൺസിനും എന്താണ്, ഈക്വലി ആയിട്ടാണ്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നില്ല, ഡിസ്ക്രിമിനേഷൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ഈ ഒരു കേസും അവിടെ വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അതായത് ഒരു ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് അല്ല കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ കമ്മ്യൂണിസത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ദർ ഈസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ എക്കണോമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. സെക്കൻഡ് വൺ, ദർ ഈസ് നോ ക്ലാസസ്. അതായത് എക്കണോമിക് ക്ലാസസ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, റിച്ച്, പുവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാറ്റഗറൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഗവൺമെൻറ് കൺട്രോൾ. അതായത് പ്രൊഡക്ഷൻ്റെ കേസിലൊക്കെ എന്താണ്, നോർമലി ഗവൺമെൻറ് കൺട്രോൾ, അതായത് നമ്മളൊരു എക്കണോമിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ബേസിലാണ് നമ്മൾ ഇവിടെ കൺട്രോൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ്, ഈ എക്കണോമിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റീനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അവിടെ എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന ഒരു അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഇല്ല. അവിടെ ഒരു ഇക്വാലിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോ എക്സ്പ്ലോയിറ്റേഷൻ. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറവാണ്. പല കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളും ഈ ഫീച്ചേഴ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പല കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. കാരണം കോ ഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് തന്നെ എന്താണ്, എംപ്ലോയീസ് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, കോഓപ്പറേഷൻ. സോ ആ കോഓപ്പറേഷനും നമ്മളുടെ എന്തും തമ്മിൽ, കമ്മ്യൂണിസവും തമ്മിൽ അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആണ്. ഈ കമ്മ്യൂണിസം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണ് നമ്മളുടെ ചൈന, ക്യൂബ, വിയറ്റ്നാം, അതേപോലെ തന്നെ നോർത്ത് കൊറിയ തുടങ്ങിയ കൺട്രീസ്. ഓക്കെ, വളരെ സിമ്പിളാണ് ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഒരേ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, ഇവിടെ എന്താണ്, എന്തെങ്കിലും ഒന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൊസൈറ്റിയിലുള്ള എല്ലാ പേഴ്സൺസിനും എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എക്കണോമിക് ക്ലാസസ് എന്ന് പറഞ്ഞൊരു ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും അതേപോലെ തന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.